കവളമാർഗ്ഗത്തിന്റെ ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈശ്വര സാക്ഷാത്കാരം തന്നെയാണ്. കേരളത്തിൽ പ്രശസ്തമായിട്ടൊരു കവളമാർഗ്ഗാചാരപ്രകാരം പൂജ നടക്കുന്ന ഒരു ക്ഷേത്രമുണ്ട്, കൊടുങ്ങല്ലൂർ. അത് പ്രത്യക്ഷത്തിൽ നമ്മൾ മറ്റുള്ളവരെ ഭയപ്പെടുത്തുക, ഭീതിയിലാഴ്ത്തുക എന്നുള്ള കുറേ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. നമ്മളെ ആത്മാവിനെ നിയന്ത്രിക്കുക, നമ്മുടെ മനസ്സിനെ അടക്കുക, ചിന്തകളെ അടക്കുക. സ്വയം പേടി മാറ്റാൻ വേണ്ടിയിട്ട് ആചരിച്ചു വന്ന ദൈവത്തിനെ ഇപ്പം നമ്മൾ വിറ്റ് കാശാക്കാനായിട്ടും അയാൾ ഉപയോഗിക്കുന്നുണ്ട്. അത് മനുഷ്യന് മാത്രം പറ്റുന്ന ഒരു കാര്യമാണ്. ഈ കവളമാർഗ്ഗത്തിൽ തന്നെ നല്ല രീതിയിൽ സാധനങ്ങളൊക്കെ ചെയ്ത് ഈശ്വര സാക്ഷാത്കാരമൊക്കെ ഉണ്ടാക്കിയിട്ട് ആത്മീയാചാര്യന്മാർ ഒരുപാട് വരുന്നുണ്ട്. നമ്മൾ ദൈവത്തിനോട് നമ്മൾ സംസാരിക്കുകയാണെന്ന് ഈ കാഴ്ചക്കാരെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ്. എങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഭയപ്പെടുത്തുന്ന രീതിയിലുള്ളത് ഈ കവളമാർഗ്ഗത്തിലാണ്. അതിൽ മറയില്ലാത്ത ഒരു ആചാര രീതിയാണ്. നക്ഷത്രങ്ങളുടെ ഭാഷയും ഗ്രഹങ്ങളുടെ സന്ദേശങ്ങളും ജീവിതത്തിന്റെ വഴികളിലേക്ക് വെളിച്ചം നൽകുന്ന പുണ്യം ബൈ ഇന്ത്യ ലൈവിന്റെ ഈ ആത്മീയ ജ്യോതിഷയാത്രയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ജ്യോതിഷനും സാഹിത്യകാരനുമായ ശ്രീ ഉണ്ണികൃഷ്ണൻ കുണ്ടയത്താണ് ഉള്ളത്. സർ, നമസ്കാരം. നമസ്കാരം. കൗളമാർഗത്തിന്റെ പ്രധാന ലക്ഷ്യം എന്താണ്? എല്ലാ ആചാര പ്രക്രിയകളും പോലെ ഈ കവളമാർഗ്ഗത്തിന്റെ ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈശ്വര സാക്ഷാത്കാരം തന്നെയാണ്. കവളമാർഗ്ഗം എന്ന് പറയുമ്പോൾ കുലമാർഗ്ഗമാണ്, കുലാചാരമാണ്. അത് പാരമ്പര്യമായിട്ട് ചില വിഭാഗക്കാർ മാത്രം കൈകാര്യം ചെയ്തു വന്നൊരു മാർഗ്ഗമാണ്. പ്രകൃതി ശക്തികളെ നമ്മളുടെ വരുതിക്ക് കൊണ്ടുവന്നിട്ട് കാര്യങ്ങൾ നേടിയെടുക്കുക എന്നുള്ള ഉദ്ദേശമാണ് ഇതിൻ്റെ പ്രധാനമായിട്ടിൻ്റെ പുറകിലുള്ള കാര്യം. അതിനായിട്ട് ചില ആചാര പദ്ധതികളൊക്കെ ഒരു തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഈ കവളമാർഗ്ഗത്തിന് പഞ്ചമകാരങ്ങളാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. പഞ്ചമകാരങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് മദ്യം, പിന്നെ മാംസം, മത്സ്യം, അതുപോലെ തന്നെ മൈഥുനം, മുദ്ര. ഇങ്ങനെ മുദ്ര എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ദൈവത്തിനോട് പിന്നെ സംസാരിക്കാനുള്ള ആംഗ്യ ഭാഷാ രീതിയാണ് മുദ്ര എന്ന് പറയുന്നത്. പിന്നെ ബാക്കിയൊക്കെ നിവേദ്യങ്ങളാണ്. പിന്നെ നമ്മുടെ ഈ സൃഷ്ടിപരമായ കാര്യങ്ങളെ നമ്മുടെ ശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഏതൊക്കെ മാർഗത്തിൽ കൂടി ഉപയോഗിക്കാൻ പറ്റും എന്ന് കണ്ടെത്തിയിട്ട് അത് പ്രകൃതി ഉപാസന എന്ന രീതിയിൽ ആചരിച്ചു വരുന്ന രീതിയാണ് ഈ കവളമാർഗ്ഗം. പണ്ട് കാലത്ത് ഇപ്പോൾ നമ്മളെ കേരളത്തിൽ പ്രശസ്തമായിട്ടൊരു കവളമാർഗ്ഗാചാരപ്രകാരം പൂജ നടക്കുന്ന ഒരു ക്ഷേത്രമുണ്ട്, കൊടുങ്ങല്ലൂർ. കൊടുങ്ങല്ലൂർ ദേവീക്ഷേത്രത്തിലെ പൂജ കവളാചാര പ്രകാരമുള്ള പൂജയാണ്. അത് പ്രത്യക്ഷത്തിൽ നമ്മൾ മറ്റുള്ളവരെ ഭയപ്പെടുത്തുക, ഭീതിയിലാഴ്ത്തുക എന്നുള്ള കുറേ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. നമ്മളിത് ഈ ദൈവത്തിനെയും പ്രകൃതി ശക്തികളെയും പേടിച്ചിട്ടാണ് മനുഷ്യർ ആദ്യമായിട്ട് അവർ ആരാധനാ സമ്പ്രദായം തുടങ്ങിയത്. ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതി ശക്തികളെ പേടിച്ചിട്ടാണ്. തീയെ കണ്ട് പേടിച്ച്, ഈ വലിയ വെള്ളപ്പൊക്കം, കാറ്റ്, മഴ, അതായത് അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെയൊക്കെ കണ്ട് പേടിച്ചു. അതെ, നമുക്ക് അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെ കണ്ട് പേടിച്ചിട്ട് അതിനെ മറികടക്കാനുള്ള ഒരു മാർഗമായിട്ടാണ് അവർ ഇതിനെയൊക്കെ ദൈവമായിട്ട് ആരാധിക്കാൻ തുടങ്ങിയത്. അഗ്നി ദൈവമാണ്, നമുക്ക് ജലം ദൈവമാണ്, കാറ്റ് ദൈവമാണ്, ഭൂമി ദൈവമാണ്. എല്ലാം എങ്ങനെ സങ്കല്പത്തിൽ വന്നത് അതുകൊണ്ടാണ്. ഈ കവളമാർഗ്ഗത്തിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകളെ ഭീതിയിലാഴ്ത്തിയിട്ട് അവരുദ്ദേശിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റും. ചിലർക്കാണെങ്കിൽ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവിക സാധനയാണ്. സാധനാ മാർഗത്തിൽ പൂർണ്ണമായിട്ട് കവളമാർഗ്ഗാചാര പ്രകാരം വന്നിട്ടുള്ള വലിയ സന്യാസിമാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളെ ആത്മാവിനെ നിയന്ത്രിക്കുക, നമ്മുടെ മനസ്സിനെ അടക്കുക, ചിന്തകളെ അടക്കുക, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ അടക്കാനൊക്കെ കൂടി ഈ കവളമാർഗ്ഗം ഉപയോഗിക്കും. പക്ഷേ കവളമാർഗ്ഗത്തിന്റെ മറ്റുള്ളവരുടെ തെറ്റിദ്ധാരണ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്തോ ഒരു വലിയ ആഭിചാരം ചെയ്യുന്ന രീതിയാണ്. അതായത് കവളം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു മനസ്സിലൊരു ഭയം വരുന്ന രീതി. കുലം എന്നുള്ള ഒരു കുലാചാരം, കവളാചാരം, അത് അതിന് മാറുന്നേ ഉള്ളൂ. അത് ശക്തിയുമായിട്ട്, അതെ, ശക്തി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ദേവതാ സങ്കല്പത്തിൽ പറയുമെങ്കിലും പ്രകൃതി ശക്തിയാണ് അതിന്റെ ആധാരമായിട്ടുള്ള കാര്യം. പ്രകൃതിയാണ് നമ്മൾ ഇതിന്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. പ്രകൃതിയെ ആചരിക്കുക എന്നുള്ള രീതിയിൽ വന്നിട്ടുള്ളതാണ്. പിന്നീട് അത് ഈ കാലക്രമേണ മനുഷ്യ ബുദ്ധിമാനാണ്, അത് കണ്ട് അവർ സാഹചര്യം അനുസരിച്ചിട്ട് അവർ ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും. ഇപ്പോഴാണെങ്കിൽ നമ്മൾ ദൈവത്തിനെ സ്വയം പേടി മാറ്റാൻ വേണ്ടിയിട്ട് ആചരിച്ചു വന്ന ദൈവത്തിനെ ഇപ്പം നമ്മൾ വിറ്റ് കാശാക്കാനായിട്ടും അയാൾ ഉപയോഗിക്കുന്നുണ്ട്. അത് മനുഷ്യന് മാത്രം പറ്റുന്ന ഒരു കാര്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്നെ മറ്റുള്ളവർ എന്തോ ചെയ്ത് ദോഷപ്പെടുത്താൻ പോവുകയാണ്. അതുകൊണ്ട് അതിനുവേണ്ടി നിങ്ങൾ ഈ മാർഗത്തിലെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ആ ദോഷം ഇല്ലാതാക്കാം. അങ്ങനെയൊക്കെ ഈ പൂജ ചെയ്തു വന്ന ആളുകൾ ഈ കവളമാർഗ്ഗ രീതി ഇപ്പം താന്ത്രിക മാർഗത്തിലും ഉണ്ട് അതൊക്കെ. എങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഭയപ്പെടുത്തുന്ന രീതിയിലുള്ളത് ഈ കവളമാർഗ്ഗത്തിലാണ്. അത് പ്രത്യക്ഷത്തിലെ എല്ലാം അതിൽ മറയില്ലാത്ത ഒരു ആചാര രീതിയാണ്. അതായത് അതുപോലെ തന്നെ ഈ കവളമാർഗ്ഗത്തിന്റെ ഒരു രഹസ്യ സ്വഭാവം ഉണ്ടല്ലോ. രഹസ്യ സ്വഭാവം ഉള്ളത് കൊണ്ടാണ് ആളുകൾ ഇത് പേടിക്കാൻ ഒരു പ്രധാനപ്പെട്ട കാരണം. കാരണം അത് ഈ നമ്മൾ കവളത്തിന്റെ ശരിക്കും പറഞ്ഞാൽ കുലാചാരമാണ്. ഒരു കുലം കൈകാര്യം ചെയ്യുന്നത് അടുത്ത തലമുറയ്ക്ക് മാത്രമേ അവർ കൈകാര്യം ചെയ്ത് അവർ പറഞ്ഞു കൊടുക്കുള്ളൂ. അതുകൊണ്ടാണ് അതിനൊരു രഹസ്യ സ്വഭാവം വന്നിട്ടുള്ളൂ. പക്ഷെ ഈ കവളമാർഗ്ഗത്തിൽ തന്നെ നല്ല രീതിയിൽ സാധനങ്ങളൊക്കെ ചെയ്ത് ഈശ്വര സാക്ഷാത്കാരമൊക്കെ ഉണ്ടാക്കിയിട്ട് ആത്മീയാചാര്യന്മാർ ഒരുപാട് പേരൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട്. നമുക്കാണെങ്കിൽ ചിലപ്പോൾ പ്രത്യക്ഷത്തിൽ കാണുമ്പോഴത്തേക്ക്
ഈ കവളമാർഗത്തിൽപ്പെട്ട ആളുകളെ വലിയ ക്രൂരന്മാരായിട്ടും കാര്യങ്ങളൊക്കെ തോന്നുമെങ്കിലും അവരൊക്കെ ആത്മസാക്ഷാത്കാരം നേടിയ ആളുകളൊക്കെയാണ് ധാരാളമായിട്ടുള്ളത്. അതായത് ഇതിന് ഒരു മീഡിയം, അതായത് പലപ്പോഴും ബലി കൊടുക്കുക, അങ്ങനെ രക്തം, അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ കാണാറുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് ദൈവത്തിനെ തൃപ്തിപ്പെടുത്തുക, അത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുക, ഈ രണ്ട് കാര്യമാണുള്ളത്. തൃപ്തിപ്പെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, ഈ നിവേദ്യ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അല്ലാതെ നമ്മളെ വിശ്വാസം അനുസരിച്ചിട്ട് അടിസ്ഥാനപരമായിട്ട് നിവേദ്യം കൊടുക്കുക എന്നുള്ള കാര്യം തന്നെ നമ്മളെ യുക്തിക്ക് നിരക്കാത്ത കാര്യമാണ്. കാരണം ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച ദൈവമാണെന്ന സങ്കല്പത്തിലുള്ള ആളിന്, ആ ദൈവത്തെ സങ്കല്പത്തിന് നമ്മൾ നിവേദ്യം കൊടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ തൃപ്തിക്ക് വേണ്ടിയാണ്, നമ്മൾ ദൈവത്തിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ ചെയ്യുന്ന കാര്യമാണ്. നമ്മൾ ഇപ്പോഴത്തെ ഈ ആചാരങ്ങളൊക്കെ കാണുമ്പോഴത്തേക്ക് ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ദൈവത്തിനൊപ്പം ഉയരുക എന്നുള്ളതാണ് ആത്മസാക്ഷാത്കാരം. പണ്ടത്തെ മഹർഷിമാരൊക്കെ ചെയ്തിരുന്നത് ദൈവത്തിനോളം ഉയരുക എന്നുള്ളതാണ്. പക്ഷെ ഇപ്പോഴത്തെ രീതിയിൽ നമ്മൾ ഇപ്പോഴത്തെ ഈ കാലിക സമയങ്ങളിൽ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിനെ മനുഷ്യനൊപ്പം കൊണ്ട് താഴ്ത്തുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ദൈവത്തിനെ ചെയ്തു കൊടുക്കുക, നമ്മളെ ലെവലിലേക്ക്, നമ്മൾ ദൈവത്തിന്റെ ലെവലിലോട്ട് വരുന്നില്ല, ദൈവത്തിനെ നമ്മൾ ലെവലിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അതിലാണ് ഈ നിവേദ്യവും കാര്യങ്ങളൊക്കെ വരുന്നത്. അത് ശരി. അത് അപ്പോൾ ഈ പൂജകൾ അങ്ങനെ ആ ഒരു ഇതുമായിട്ട് ബന്ധം എന്ന് പറയുന്നത്, പൂജയും നിവേദ്യമായിട്ട് ബന്ധമുള്ളത് ഇത് തന്നെയാണ്, നമ്മളെ തൃപ്തിപ്പെടുത്തുക എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ തന്നെയാണുള്ളത്. അത് മാത്രമേ ഉള്ളൂ. മറ്റുള്ള കാഴ്ചയ്ക്കുള്ള ഈ കവളമാർഗത്തിലെ അലങ്കാരങ്ങളും ഈ ഇത് ആചാരങ്ങളാണ് കൂടുതൽ. അതായത് പിന്നെ പൂജ ചെയ്യുമ്പോഴത്തേക്ക് മുദ്രകൾ ഉപയോഗിക്കുന്നു, നിവേദ്യത്തിന് ഈ മാംസം ഉപയോഗിക്കുന്നു, മദ്യം ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ മുദ്രകളൊക്കെ നമ്മൾ ദൈവത്തിനോട് നമ്മൾ സംസാരിക്കുകയാണെന്ന് ഈ കാഴ്ചക്കാരെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ്. അതുപോലെ ഇത് ഈ ഒരു കൗള ആചാരത്തിന് കുണ്ടലിനി, നമ്മുടെ കുണ്ടലിനിയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? അത് ഈ കൗളാചാരവും യോഗയുമായിട്ട് വളരെ ബന്ധപ്പെട്ടുള്ള ആചാര പ്രക്രിയയാണ് യോഗം. കുണ്ടലിനി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ശരീരത്തിന് മൊത്തം പിന്നെ ശക്തി, പ്രപഞ്ചത്തിന്റെ ശക്തി മൊത്തം കേന്ദ്രീകരിച്ചിരിക്കുന്നതാണ് ഈ ഒരു നമ്മളെ ഈ കുണ്ടലിനി എന്ന് പറയുന്ന അത്. അതിനെ ഉണർത്തി കഴിഞ്ഞാൽ, അതിനെ നമ്മൾ സഹസ്രാര പത്മത്തിലോട്ട് കൊണ്ടെത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് അമാനുഷികമായിട്ട് പല കഴിവുകളും ഉണ്ടാകും എന്നുള്ളൊരു ഇതുണ്ട്. അങ്ങനെയുള്ള അത് ശരിയാണ്. അത് നമുക്ക് അന്ധവിശ്വാസം എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ യോഗ പിന്നെ പ്രകാരം ഈ കുണ്ടലിനി ഉണർത്തി സഹസ്രാത്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തലച്ചോറ് വരെ കൊണ്ട് എത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ വളരെ വലിയ ഒരു പിന്നെ എനർജി, ഒരു അമാനുഷിക ശക്തി എന്നാണോ അതിന് പറയാൻ പറ്റുക? അമാനുഷികം എന്ന് പറഞ്ഞാൽ ഒരു അനുഭൂതി കിട്ടും, അത് അനുഭൂതി കിട്ടും. അമാനുഷിക ശക്തി എന്നും പറയാൻ പറ്റും. കാരണം അങ്ങനെ ഈ കുണ്ടലിനി ശക്തി ഉണർന്ന ആളുകൾക്കാണെങ്കിൽ ഭാവി കൃത്യമായിട്ട് പ്രവചിക്കാൻ പറ്റും. എന്ന് വെച്ചാൽ സ്വന്തം കാര്യത്തിൽ മാത്രമല്ല, നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുമെന്ന് കേട്ടിട്ടുണ്ട്. അതായത് ഒരു നമുക്ക് നേരത്തെ ഒരു സിഗ്നൽ കിട്ടും, നേരത്തെ അറിയാൻ പറ്റും എന്തോ സംഭവിക്കാൻ പോകുന്നു. അതിനെപ്പറ്റിയുള്ള കഥകളൊക്കെ ധാരാളമുണ്ട്. പക്ഷെ ഇതൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു അറിവുകൾ മാത്രമേ നമുക്ക് പോകുള്ളൂ. നമുക്കൊന്നും അനുഭവത്തിലൊന്നും അങ്ങനെ ഇല്ല. എങ്കിലും നമ്മുടെ ഈ ഓട്ടോബയോഗ്രഫി ഓഫ് യോഗി എന്നൊരു പുസ്തകമുണ്ട്. അതിൽ ഇതേപോലത്തെ കാര്യങ്ങൾ കുറെ നമ്മൾ പിന്നെ ശരിക്കും ധാരാളം സംഭവങ്ങൾ എഴുതിയിട്ടുണ്ട്. പലതും വായിക്കുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ സാമാന്യ ബുദ്ധിക്ക് പിന്നെ അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ അതിൽ അങ്ങനെ ഉണ്ട്. പക്ഷെ അത് സത്യമാണെന്നാണ് എല്ലാവരും പറയുന്നത്, അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്നാണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു ജനറേഷൻ, നമ്മളിപ്പോൾ ഈ ജനറേഷനിൽ പൂജ അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന് വിചാരിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളാണ് ഇപ്പോൾ കൂടുതലും ഉള്ളത്. അങ്ങനെയുള്ളവർക്ക് ഈ കൗളമാർഗം, അതായത് ഈ ഒരു ജനറേഷനിൽ എന്താണ് അതിൻ്റെ ഒരു പ്രാധാന്യം? ഈ കവളമാർഗം ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴേ ഇത് ഒറ്റ നോട്ടത്തിൽ ഈ കവളം എന്ന് കേൾക്കുമ്പോഴേ ആളുകൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇത് അന്ധവിശ്വാസമാണ് എന്നുള്ളതാണ്, കൂടോത്രമാണ്, അന്ധവിശ്വാസമാണെന്നാണ്. പക്ഷെ ഇപ്പോഴത്തെ ജനറേഷനെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കൂടുതൽ എല്ലാ കാര്യങ്ങളും ഈ ശാസ്ത്രീയമായിട്ട് ചിന്തിക്കുന്ന ആളുകളാണ്. കാരണം വെച്ചാൽ അത് നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. നമുക്ക് തെളിയിച്ച കാര്യങ്ങൾ മാത്രമേ വിശ്വസിക്കുന്നുള്ള കാര്യങ്ങളാണ്. പക്ഷെ ഇതൊന്നും നമുക്ക് അങ്ങനെ ശാസ്ത്രീയമായിട്ട് തെളിയിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊന്നുമല്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ ദോഷങ്ങൾ നമുക്ക് മാനസികമായിട്ട് മനുഷ്യനെ സ്വാധീനിക്കാൻ ഇതുകൊണ്ട് പറ്റും. ചില ആളുകൾ, ഇപ്പോഴത്തെ ആളുകളൊന്നും പറ്റില്ല. ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് പറയുന്നത് അവർക്ക് ഇതിലോട്ടൊരു വിശ്വാസമൊക്കെ വരുന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ അവർക്ക് ഇതുപോലെ ഭയങ്കരമായിട്ട് കുറേ കഷ്ടപ്പാടുകളൊക്കെ ഉണ്ടാവുമല്ലോ. എക്സ്പീരിയൻസ് വരുമ്പോഴത്തേക്ക് തീരെ നിവൃത്തിയില്ലാതെ ഇതുപോലത്തെ മാർഗ്ഗങ്ങളിലോട്ട് അവർ തിരിയും. ചിലപ്പോൾ അവരുടെ നല്ല കാര്യത്തിന് നല്ല കാലം ആയിരിക്കും, ചിലപ്പോൾ അങ്ങനെ സമയത്ത് അവർക്ക് എന്തെങ്കിലും കാര്യസാധ്യം വരികയാണെങ്കിൽ അവർ വിശ്വസിക്കും. അല്ലാതെ ഈ കവളമാർഗ്ഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഇതിനെപ്പറ്റി വ്യക്തമായ ധാരണയൊന്നുമില്ല. പിന്നെ അത് തന്നെയല്ല, ഒരു ഭയപ്പാടോട് കൂടിയിട്ടാണ് എല്ലാവരും ഇതിനെ കാണുന്നത്. കവളമാർഗ്ഗത്തിൽ ബലി കർമാദികളൊക്കെ ഉള്ളതുകൊണ്ടും ഇതിലെ ദൈവം ദേഹത്തേറി ഉറഞ്ഞു തുള്ളുന്ന കാര്യങ്ങളൊക്കെ കാണുമ്പോഴത്തേക്ക് അതൊക്കെ ഉള്ളത് കൊണ്ടുള്ള ഒരു ഭയപ്പെടുത്തലാണ്. പിന്നെ ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യവും കൂടി അല്ലല്ലോ. അല്ല, പറഞ്ഞ പോലെ ഒരു ഗ്രൂപ്പ്, ഒരു കുലം എന്നുള്ളൊരു ഒന്നാമത് ഇതിൽ ഒരു അചഞ്ചലമായ ഒരു വിശ്വാസം വേണം, പിന്നെ ആത്മാർത്ഥത വേണം,
നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നമ്മൾ അത് ശരിയാണെന്ന് ഉറച്ചൊരു വിശ്വാസം ഉണ്ടെങ്കിൽ ചെയ്യാം, ഉറച്ചൊരു ബോധ്യം ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ ഒരു ബോധ്യം ഉണ്ടാക്കിയെടുക്കാൻ ഇന്നത്തെ കാലത്ത് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഇങ്ങനെയുള്ള ഈ കുലാചാരങ്ങൾ ആചരിച്ചു വരുന്ന ആളുകളിൽ തന്നെ പുതിയ തലമുറ അതിൽ നിന്നൊക്കെ വളരെയധികം മാറി നിൽക്കുന്നവർ കണ്ടിട്ടുണ്ട്. പിന്നെ തിരിച്ചു വരുന്നവരും ധാരാളം ഉണ്ട്. ഇത് അപ്പോൾ ഇപ്പോൾ ഒരു കുലം ആ ഒരു കുലത്തിലുള്ള ആളുകൾ മാത്രം ചെയ്യുന്ന കാര്യം എന്നാണല്ലോ അങ്ങ് പറഞ്ഞത്. അതെ അപ്പൊ ഇത് നമുക്ക് പാരമ്പര്യമായി ഇങ്ങനെ കൈമാറി വരുന്ന ഒരു സിദ്ധിയല്ലേ? അതെ, പാരമ്പര്യമായിട്ട് കൈമാറി വരുന്ന സിദ്ധി. അതിന് നമ്മൾ ഈ ഗുരുപദേശം വളരെ പ്രധാനമാണ്. ഗുരുമുഖത്ത് നിന്ന് ഇതൊക്കെ നമ്മൾ അറിഞ്ഞെടുക്കണം. അല്ലാതെ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു ഉൾവിളി വന്നിട്ട് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ തന്നെ നമുക്കൊരു ഗുരുവിൻ്റെ ഉപദേശം ഇല്ലാതെ ഈ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അവർ കൊണ്ടുവന്നൊരു ക്രമം ഉണ്ടല്ലോ, ആചരിച്ച് വരുന്നൊരു ക്രമം, അതിൽ ഭംഗം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതുകൊണ്ട് ഒരു ഗുണം ഉണ്ടാവാൻ പോകുന്നില്ല, അത് ദോഷമായി വരാൻ സാധ്യതയാണെന്നും പറയുന്നുണ്ട്. അതെ, അതുപോലെ ഇത് ദേവിയുടെ ശക്തിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇതാണല്ലോ. പ്രധാനമായിട്ടും ദേവി തന്നെയാണ്. ദേവി എന്ന് പറഞ്ഞാൽ പ്രപഞ്ച ശക്തി നമ്മൾ എപ്പോഴും സ്ത്രീ ആയിട്ടാണ് കാണുന്നത്, അതുകൊണ്ട് ദേവി. അപ്പോൾ ഈ ദേവിയുടെ മാർഗങ്ങളിൽ അല്ലെങ്കിൽ ദേവിയുടെ മന്ത്രങ്ങളുണ്ട്. ഈ മന്ത്രങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്ക് നമ്മൾ വളരെ സൂക്ഷിക്കണം എന്ന് പറയും. പക്ഷേ ഈ കവളമാർഗത്തില് മന്ത്രങ്ങൾക്ക് പ്രാധാന്യം വളരെ കുറവാണ്. അവർക്ക് കീർത്തനങ്ങളും സ്തോത്രങ്ങളും ഒക്കെയാണ് ഉള്ളത്. ചാറ്റുപാട്ടതൊക്കെ പറയും. പാട്ടൊക്കെ പാടിയിട്ടാണ് ദേവിയെ പൊഴുത്തുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ. ഈ മന്ത്രങ്ങള്, ഈ ബീജമന്ത്രങ്ങളൊക്കെ കൂടുതൽ ഉപയോഗിക്കുന്നത് താന്ത്രിക മാർഗത്തിലേക്കാണ്. അത് കവളമാർഗത്തിൽ വരുന്നില്ല. കവളമാർഗത്തില് ദൈവത്തിന് പിന്നെ മന്ത്രങ്ങളായിട്ടില്ല, പക്ഷെ ഈ ധ്യാനം, സ്തോത്രം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ചാറ്റുപാട്ടുകളൊക്കെ ഉണ്ട്. നമ്മൾ ഈ തോറ്റം പാട്ടൊക്കെ അതിന്റെ ഒരു ഭാഗമാണ്, കണ്ണകി ചരിതം പാടുന്നതൊക്കെ. അല്ലാതെ തന്നെ ഈ ആദിവാസികളുടെ ഇടയിലൊക്കെ ഇങ്ങനെ ചാറ്റുപാട്ടുകളുണ്ട്. അവരവരുടെ ദൈവത്തിനെ പാടി വരുത്തിയിട്ട് കാര്യങ്ങൾ സാധ്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള അങ്ങനെയൊക്കെ ചാറ്റുപാട്ടുകളൊക്കെ ഉണ്ട്. അതൊക്കെയാണ് കവളമാർഗത്തിൽ ഉള്ളത്.